PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക് എക്സാമിന് വേണ്ടി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിൽ നിന്നും ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമുക്ക് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നമ്മൾ ബാങ്കിങ്ങിൽ 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെക്ക്, പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റാണ്. ഒരു ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തുമ്പോൾ അങ്ങനെയുള്ള ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ സാധ്യത വരുന്നത്. ഒരാൾ ഗുഡ്സ് ക്രെഡിറ്റിന് വിൽക്കുമ്പോൾ, അതായത് ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ ഗുഡ്സ് വിറ്റയാൾ ക്രെഡിറ്ററും ഗുഡ്സ് വാങ്ങിയ ആൾ, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തയാൾ ഡെറ്ററും ആണ്. ക്യാഷ് കിട്ടാനുള്ള ആളാണ് ക്രെഡിറ്റർ, ക്യാഷ് കൊടുക്കാനുള്ള ആളാണ് ഡെറ്റർ. ഈ ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് പിന്നീട് ആണ് കൊടുക്കുന്നത്. ആ ഒരു ട്രാൻസാക്ഷൻ്റെ എമൗണ്ട് ഇത്ര കാലത്തിന് ഉള്ളിൽ ഇത്ര എമൗണ്ട് ഇന്നയാൾ നൽകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള എഴുതി തയ്യാറാക്കിയ, ക്രെഡിറ്ററാണ് എഴുതി തയ്യാറാക്കുന്നത്. എഴുതി തയ്യാറാക്കിയ ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെറ്റർ. ഇറ്റ് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് എ ഡെറ്റർ ഗിവൺ ബൈ one person to another. It directs the debtor to pay a certain sum of money on demand or on the expiry of a certain period. ക്രെഡിറ്റർ ഡിമാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രെഡിറ്റർ അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ആ ട്രാൻസാക്ഷൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് കാണിച്ചുകൊണ്ടുള്ള എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ക്രെഡിറ്റർ അപ്പോൺ ഹിസ് ഡെറ്റർ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. According to Section 5 of the Indian Negotiable Instruments Act 1881, a bill of exchange is an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ആൻ അൺകണ്ടീഷണൽ ഓർഡർ, പ്രത്യേകിച്ച് ഉപാധികളൊന്നുമില്ലാത്ത ഒരു ഓർഡറാണ്. സൈൻഡ് ബൈ ദ മേക്കർ, ഇതെന്തായാലും മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഡയറക്റ്റിംഗ് എ സെർട്ടൻ പേഴ്സൺ ടു പേ എ സെർട്ടൻ സം ഓഫ് മണി ഓൺലി ടു, ഒരു പർട്ടിക്കുലർ പേഴ്സൺ പർട്ടിക്കുലർ എമൗണ്ട് ഇയാൾ നിർദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിലോ കൊടുത്തു തീർക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഈ ഒരു ഡോക്യുമെൻറ്റിലുള്ളത്. അപ്പം ബില്ല് 2 തരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി: ഓൺ ഡിമാൻഡ് ബില്ലും ടൈം ബില്ലും. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് NI ആക്ടിൻ്റെ സെക്ഷൻ 5 ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. 2 തരത്തിലുള്ള ബില്ലുണ്ട് എന്ന് പറഞ്ഞു: ഡിമാൻഡ് ബില്ലും ടൈം ബില്ലും. ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത്, ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഇറ്റ് ബിക്കംസ് എ ഡിമാൻഡ് ബില്ല്. ക്രെഡിറ്റർ ഡിമാൻഡ് ചെയ്യുമ്പോൾ എമൗണ്ട് കൊടുക്കേണ്ട തരത്തിലുള്ള ബില്ലുകളാണ് ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത്. ടൈം ബിൽ എന്ന് വെച്ചാൽ, ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയത്തിന് ശേഷം, അതായത് മെച്യൂരിറ്റി ഡേറ്റിന് ശേഷം കൊടുത്തു തീർക്കേണ്ട ബില്ലുകളാണ്, എമൗണ്ട് കൊടുക്കേണ്ട ബില്ലുകളാണ് ടൈം ബിൽ എന്ന് പറയുന്നത്. ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ക്യാൻ ബി കോൾഡ് എ ടൈം ബിൽ. വേറൊരു ടേമാണ് ടേം ഓഫ് ബിൽ എന്ന് പറയും. ടേം ഓഫ് ബിൽ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ആൻഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഡ്രോ ചെയ്ത ഡേറ്റിനും ആ ഒരു ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിനും ഇടയിലുള്ള ആ ഒരു സമയത്തിനെയാണ് ടേം ഓഫ് ബിൽ എന്ന് പറയുന്നത്. The word tenor, usance, etc. are also used to represent the period of the bill.
ടേം ഓഫ് ബില്ലിനെയാണ് ടെനർ ഓഫ് ബില്ല് അല്ലെങ്കിൽ യൂസൻസ് ഓഫ് ബില്ല് എന്നൊക്കെ പറയുന്നത്. ടേം ഓഫ് ബിൽ മീൻസ് ഇറ്റ് ഈസ് എ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ് ആൻഡ് ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. രണ്ട് തരത്തിലുള്ള ബില്ലുകളുണ്ട്, ടൈം ബില്ലും ഡിമാൻഡ് ബില്ലും. ടൈം ബിൽ എന്ന് വെച്ചാൽ ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ദ എക്സ്പയറി ഓഫ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ക്യാൻ ബി കോൾഡ് എ ടൈം ബിൽ. ഡിമാൻഡ് ബിൽ മീൻസ് ഇഫ് എ ബിൽ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഇറ്റ് ബിക്കംസ് എ ഡിമാൻഡ് ബില്ല്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എത്ര പാർട്ടീസ് ഉൾപ്പെടുന്നു എന്ന് നോക്കാം. ദർ ആർ 3 പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 3 പാർട്ടികളാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുന്നത്. ഡ്രോയർ, ഡ്രോയി, പേയി. ഡ്രോയർ എന്ന് പറയുന്ന ആൾ ബില്ല് ഡ്രോ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന ആളാണ്. ഇയാൾ മേക്കറാണ്. ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ റൈറ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ദ ഡ്രോയർ ഓർ മേക്കർ. ബില്ല് ഉണ്ടാക്കുന്ന ആളാണ് ഡ്രോയർ. ദ ഡ്രോയർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റർ ടു ഹൂം മണി ഈസ് ഓവിങ്. ഡ്രോയർ എന്ന് പറയുന്ന ആൾ സാധനം വിറ്റയാളാണ് അല്ലെങ്കിൽ ഇയാളായിരിക്കും ക്രെഡിറ്റർ. ദ ഡ്രോയർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റർ ടു ഹൂം മണി ഈസ് ഓവിങ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഡ്രോയി ആണ്. ഇയാളാണ് സാധനം വാങ്ങിയത്. ഡ്രോയി ആയിരിക്കും ക്യാഷ് കൊടുക്കാനുള്ള ആൾ. ദ ഡ്രോയി ഈസ് ദ പേഴ്സൺ ഓൺ ഹൂം ദ ബിൽ ഈസ് ഡ്രോൺ. ആർക്കാണോ ബില്ല് കൊടുക്കുന്നത് അയാളാണ് ഡ്രോയി. ഹി ഈസ് ദ പർച്ചേസർ ഓർ ഡെറ്റർ ഹു ഈസ് ഓർഡേഡ് ബൈ ദ ഡ്രോയർ ടു പേ ദ എമൗണ്ട്. ഇയാൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത ആളാണ്, ഡെറ്ററാണ്, ക്യാഷ് കൊടുക്കാനുള്ള ആളാണ്. മൂന്നാമത്തെ വ്യക്തിയാണ് പേയി. The person who has the right to receive the amount of the bill is called the payee. ആക്ച്വലി ക്യാഷ് കിട്ടാനുള്ള ആളാണ് പേയി എന്ന് പറയുന്നത്. ദ പേയി മേ ബി എ തേർഡ് പേഴ്സൺ ഓർ ദ ഡ്രോയർ ഹിംസെൽഫ്. പേയി എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ ഡ്രോയർ തന്നെ ആവാം, മോസ്റ്റ്ലി ഡ്രോയർ തന്നെ ആയിരിക്കും, ബില്ല് ഉണ്ടാക്കുന്ന ആൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ആ വ്യക്തിയായിരിക്കും. അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ബില്ല് ഉണ്ടാക്കുന്ന ആൾ ചിലപ്പം സ്റ്റാഫായിരിക്കാം, ഓണറുടെ പേരിലായിരിക്കും ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പേയി എന്ന് പറയുന്നത് ഓണറാണ്, ഒരു തേർഡ് പേഴ്സൺ ആണ്. ബില്ല് ഉണ്ടാക്കിയ ആൾ സാധനം വിറ്റ ആളായിരിക്കും. അങ്ങനെയുള്ള കേസിലാണ് പേയി എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആവുന്നത്. മോസ്റ്റ്ലി പേയി ഡ്രോയർ തന്നെയാണ്. അപ്പോൾ പേയി എന്ന് പറയുന്ന ആളാണ് ക്യാഷ് കിട്ടാനുള്ളയാണ്. The person who has the right to receive the amount of the bill is called the payee. The payee may be a third person or the drawer himself. Payee എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഡ്രോയർ തന്നെ ആയിരിക്കും. അപ്പം 3 പാർട്ടീസാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടുന്നത്. ഡ്രോയർ, ഡ്രോയി, പേയി. ഇനി ബില്ല്, ഈ എഴുതി തയ്യാറാക്കിയ ബില്ല് മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ സൈൻ ചെയ്തിട്ടുണ്ടാവണം. അത് ഡ്രോയിനെ കൊണ്ടും സൈൻ ചെയ്ത് വാങ്ങണം. ഡ്രോയി സൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ബില്ലാവുന്നത്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. എ ബിൽ ബിഫോർ അക്സെപ്റ്റൻസ് ഈസ് കോൾഡ് ഡ്രാഫ്റ്റ്. ഡ്രോയി സൈൻ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ബില്ലാവുന്നത്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഡ്രോയി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അക്സെപ്റ്റൻസിന് ശേഷം ഡ്രോയിനെ അക്സെപ്റ്റർ എന്നും പറയുന്നു. അപ്പോൾ അക്സെപ്റ്റൻസ് ഓഫ് എ ബിൽ എന്ന് പറയുന്നത് ദ ആക്ട് ഓഫ് giving consent to the bill by the drawee by putting his signature on the face of the bill with or without the word accepted is known as acceptance of a bill. അക്സെപ്റ്റഡ് എന്ന് എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഡ്രോയി എന്തായാലും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഡ്രോയി സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഡ്രോയി അക്സെപ്റ്റർ ആവുന്നത്. അപ്പോഴാണ് ആ ബില്ല്, ആ ഡ്രാഫ്റ്റ് ബില്ലാവുന്നത്, അതിന് അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഡ്രോയി സൈൻ ചെയ്ത ശേഷം ഡ്രോയർ ആ ബില്ല് കൈവശം വയ്ക്കുന്നു. ഇയാളുടെ കയ്യിലുള്ള ബില്ല് അയാൾക്ക് 5 തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കേസുകളുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഹി മേ ഹോൾഡ് ഇറ്റ് ടിൽ മെച്യൂരിറ്റി ആൻഡ് ഒബ്റ്റെയിൻ ദ പേയ്മെൻറ്റ് ഫ്രം ദ അക്സെപ്റ്റർ ഓൺ ഡ്യൂ ഡേറ്റ്. അദ്ദേഹത്തിന് ആ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് വരെ കയ്യിൽ വയ്ക്കാം. മെച്യൂരിറ്റി ഡേറ്റിന് ശേഷം അക്സെപ്റ്ററുടെ അടുത്തുനിന്ന് ആ ബില്ലിൻ്റെ എമൗണ്ട് കളക്ട് ചെയ്യാം. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹി മേ ഡിസ്കൗണ്ട് ഇറ്റ് വിത്ത് ഹിസ് ബാങ്കർ ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ്. The banker will deduct a small amount known as discount and the balance amount is paid to him. ബില്ലിൽ കൊടുത്തിരിക്കുന്ന എമൗണ്ടിന് മുൻപേ ഡ്രോയർക്ക് ക്യാഷിന് അത്യാവശ്യമുണ്ടെങ്കിൽ
ഇദ്ദേഹത്തിന് ഇത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യാം. ബില്ലിൻ്റെ ഫേസ് വാല്യൂവിൽ നിന്ന് ഒരു എമൗണ്ട് കുറച്ച്, അതിനെ ഡിസ്കൗണ്ട് എന്ന് പറയും, ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ഡ്രോയർക്ക് കിട്ടും. ക്യാഷിന് അത്യാവശ്യമാണെങ്കിൽ ഡ്രോയർക്ക് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഹി മേ എൻഡോസ് ഇറ്റ് ടു ഹിസ് ഓൺ ക്രെഡിറ്റേഴ്സ്. ഈ ഡ്രോയറുടെ കയ്യിലുള്ള ബില്ല് ഡ്രോയറുടെ ക്രെഡിറ്റർ ഉണ്ടെങ്കിൽ, ഡ്രോയർ ക്യാഷ് കൊടുക്കാനുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് കൈമാറാം, ബില്ല് എൻഡോസ് ചെയ്യാം. നാലാമത്തെ കേസ് ഹി മേ സെൻഡ് ഇറ്റ് ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ ഓൺ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് ശേഷം ബാങ്കിൽ കൊണ്ടുപോയി ബിൽ എമൗണ്ട് കളക്ട് ചെയ്യാം. അഞ്ചാമത്തെ കേസ് എന്ന് പറയുന്നത് പ്ലെഡ്ജിങ് ഓഫ് ബിൽസ് റിസീവബിൾ ആണ്. ഈ ബില്ല് പ്ലെഡ്ജ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ബില്ല് ഡ്രോയർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നത്. ഇനി ഓരോ കേസിൻ്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ ഈസ് റിറ്റെയിൻഡ് ബൈ ദ ഹോൾഡർ ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി വരെ ബില്ല് കയ്യിൽ വെച്ചിട്ട് അതിനുശേഷം ബിൽ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഡ്രോയറുടെ ബുക്കിലും ഡ്രോയിയുടെ ബുക്കിലും ജേണൽ എൻട്രീസ് വരും. അതാണ് നോക്കാൻ പോകുന്നത്. ആദ്യം ഡ്രോയറുടെ ബുക്കിലുള്ള ജേണൽ എൻട്രീസ്. ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയർ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രോയർ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. ക്രെഡിറ്റ് സെയിൽ ചെയ്ത ആളാണ്, ക്യാഷ് കിട്ടാനുള്ള ആളാണ്. അപ്പം ക്രെഡിറ്റ് സെയിലിൻ്റെ കേസിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. ക്യാഷ് സെയിലായിരുന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് എന്ന് വന്നതിന് ഇത് ക്രെഡിറ്റ് സെയിലാണ്. അതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്യാഷ് തരാനുള്ള വ്യക്തിനെ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഈ ഡെറ്റർ ബില്ല് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ടാമത്തെ എൻട്രി വരുന്നത് ഓൺ റിസീവിങ് ദ ബിൽ ആഫ്റ്റർ അക്സെപ്റ്റൻസ്. ഡ്രോയിയുടെ അക്സെപ്റ്റൻസിൻ്റെ ശേഷം ബില്ല് കൈവശമുണ്ട്. അപ്പം ജേണൽ എൻട്രി വരുന്നത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ബിൽസ് റിസീവബിളും ഡെറ്റേഴ്സും അസറ്റ് രണ്ടും അസറ്റാണ്. അസറ്റ് കൂടുന്നതിനെ ഡെബിറ്റ് ചെയ്യുന്നു, കുറയുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബിൽസ് റിസീവബിൾ ആണ് വന്നത്, ഡെബിറ്റ് ചെയ്തു. ഡെറ്റേഴ്സാണ് കുറയുന്നത്, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇനി ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ. മുമ്പത്തെ ജേണൽ എൻട്രിയിൽ ബിൽസ് റിസീവബിളിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ ബിൽസ് റിസീവബിൾ നിലനിൽക്കുന്നില്ല, ക്യാഷ് വന്നു, ബില്ല് പോയി. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഡ്രോയറുടെ ബുക്കിൽ 3 എൻട്രീസ് ആണ് വരുന്നത്. ആദ്യം ക്രെഡിറ്റ് സെയിലിൻ്റെ ജേണൽ എൻട്രി, ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ബില്ല് കിട്ടുമ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇനി ബില്ലിൻ്റെ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട് പിന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി ഡ്രോയിയുടെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് നോക്കാം. ഫസ്റ്റ് കേസ് വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ക്രെഡിറ്റർ ക്രെഡിറ്റ് സെയിൽ നടത്തിയതാണ്. ഡെറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പർച്ചേസ് ആയിരുന്നെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് എന്ന് വന്നതിന് ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഓൺ അക്സെപ്റ്റൻസ് ദ ബില്ല് ആൻഡ് ഗിവിങ് ഇറ്റ് ടു ദ ഡ്രോയർ. ബില്ല് അക്സെപ്റ്റ് ചെയ്തിട്ട് ഡ്രോയർക്ക് കൊടുത്തു. അപ്പോൾ എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് നേരത്തെ എൻട്രിയിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇവിടെ ഡെബിറ്റ് ചെയ്തു. അങ്ങനെ ക്രെഡിറ്റേഴ്സ് ഇല്ല. പിന്നെയുള്ളത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റിൽ എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് എൻട്രി ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബിൽസ് പേയബിളിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യുകയാണ്. നേരത്തെ ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ ബിൽസ് പേയബിളും നിലനിൽക്കുന്നില്ല. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ബില്ല് പോയി, അതിന് ക്യാഷ് കൊടുത്തു. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെയാണ് ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് വരെ കയ്യിൽ വെച്ചതിന് ശേഷം എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഡ്രോയറുടെ ബുക്കിലും ഡ്രോയിയുടെ ബുക്കിലും വരുന്ന ജേണൽ എൻട്രീസ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞത് വെൻ ദ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, ഡിസ്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എൻകാഷിംഗ് ദ ബിൽ ബിഫോർ ഇറ്റ്സ് മെച്യൂരിറ്റി ബൈ ഔട്ട്റൈറ്റ് സെയിൽ ടു ദ ബാങ്ക് ഫോർ ആൻ എമൗണ്ട് ലെസർ ദാൻ ദ ഫേസ് വാല്യൂ ഈസ് കോൾഡ് ഡിസ്കൗണ്ടിങ് ദ ബിൽ. ബില്ലിൻ്റെ ഫേസ് വാല്യൂവിനേക്കാളും കുറവ്, അതായത് ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് ബാങ്ക്
ഡ്രോയർക്ക് കൊടുക്കുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ദ പർച്ചേസർ വിൽ ഡിഡക്റ്റ് ഫ്രം ദ ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ എ സർട്ടൻ എമൗണ്ട് കോൾഡ് ഡിസ്കൗണ്ട് ആൻഡ് പേസ് ദ ബാലൻസ് ടു ദ ഹോൾഡർ ഓഫ് ദ ബിൽ. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയറുടെ ബുക്കിൽ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നാണ് വരുന്നത്. അതായത് ആദ്യത്തെ ഡെബിറ്റ് ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡ്രോയർക്ക് കൊടുക്കുന്ന എമൗണ്ടാണ്. ബാങ്ക് ഡിസ്കൗണ്ടായിട്ട് പിടിക്കുന്ന എമൗണ്ടാണ്. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് വരുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് ബില്ലാണ്, ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ടാണ്. അപ്പോൾ ഡ്രോയറുടെ ബുക്കിലെ എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി ഈ കേസിൽ ഡ്രോയിയുടെ ബുക്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നത് വെച്ചാൽ എൻട്രിക്ക് മാറ്റമേ ഇല്ല. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഡ്രോയർക്ക് കൊടുത്ത ബില്ല് ഡ്രോയർ അത് ഡിസ്കൗണ്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡ്രോയിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ബില്ലിൻ്റെ മെച്യൂരിറ്റിക്ക് ശേഷം മാത്രമേ ഡ്രോയി എമൗണ്ട് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് സെയിം എൻട്രി തന്നെയാണ്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ ഈസ് എൻഡോസ്ഡ് ഇൻ ഫേവർ ഓഫ് എ ക്രെഡിറ്റർ. ഡ്രോയറുടെ കയ്യിലുള്ള ബില്ല് ഡ്രോയർ ക്യാഷ് കൊടുക്കാനുള്ള ആൾക്ക്, അതായത് ക്രെഡിറ്റർക്ക് എൻഡോസ് ചെയ്ത് കൊടുക്കുന്നു, കൈമാറുന്നു. ആ ഒരു സമയത്ത് എൻട്രി വരുന്നത് ഡ്രോയറുടെ ബുക്കിൽ. ഡ്രോയർ എന്ന് പറയുന്നത് എൻഡോസറും കൂടിയാണ്. ഒരു ബില്ല് എൻഡോസ് ചെയ്യുന്ന ആളെയാണ് എൻഡോസർ എന്ന് പറയുന്നത്. ആർക്കാണോ കൊടുക്കുന്നത്, ആർക്കാണോ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് അയാളെ എൻഡോഴ്സി എന്നും പറയും. എൻഡോസ്മെൻറ്റും ടൈപ്സ് ഓഫ് എൻഡോസ്മെൻറ്റും നമുക്ക് ബാങ്കിങ്ങിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അത് പിന്നീട് പഠിക്കാം. എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലീഗൽ പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ഓഫ് ആൻ ഓർഡർ ഇൻസ്ട്രുമെൻറ്റ്. ദ പേഴ്സൺ ഹൂ എൻഡോസസ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് എൻഡോസർ. ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ് ഈസ് കോൾഡ് എൻഡോസി. അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെ ഡ്രോയർ എൻഡോസറും കൂടിയാണ്. ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ ഓർ എൻഡോസർ എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് ഓർ എൻഡോസീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. എൻഡോഴ്സിക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എൻഡോഴ്സി അക്കൗണ്ട് ഡെറ്റർ അത് ഇയാളുടെ ക്രെഡിറ്ററാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഓർ എൻഡോസീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി മെച്യൂരിറ്റി ഡേറ്റിൽ എൻട്രി ഇവിടെ ജേണൽ എൻട്രി ഡ്രോയറുടെ ബുക്കിൽ വരുന്നില്ല. കാരണം ഡ്രോയർ അത് എൻഡോസിക്ക് കൊടുത്തു കഴിഞ്ഞു. മെച്യൂരിറ്റി ഡേറ്റിൽ എൻഡോസിയുടെ ബുക്കിലാണ് വരുന്നത്. ഡ്രോയറുടെ ബുക്കിൽ എൻട്രി ഇല്ല. അപ്പോൾ ഒറ്റ ഒരു എൻട്രി മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓൺ എൻഡോസിങ് ദ ബില്ല് ഡ്രോയർ അല്ലെങ്കിൽ എൻഡോസറുടെ ബുക്കിൽ ക്രെഡിറ്റേഴ്സ് ഓർ എൻഡോസീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി എൻഡോസിയുടെ കേസിലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ബില്ല് റിസീവ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇവിടെ ഡെറ്റർ എന്ന് പറയുന്നത് എൻഡോസറാണ്. ബില്ല് എൻഡോസ് ചെയ്ത് കൊടുത്ത ആളാണ്. ഇയാൾക്ക് ക്യാഷ് കൊടുക്കാനുള്ള ആളായിരുന്നു. നമ്മുടെ കേസിൽ ഇയാൾ ഡ്രോയറാണ്. അപ്പം ഓൺ റിസീവിങ് ദ ബില്ല് എൻഡോസിയുടെ ബുക്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓർ എൻഡോസേഴ്സ് അക്കൗണ്ട്. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ബില്ല് കൊടുത്തു, ക്യാഷ് വന്നു, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി നാലാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ദ ബിൽ ഈസ് സെൻഡ് ടു ബാങ്ക് ഫോർ കളക്ഷന് വേണ്ടിയിട്ട് ബാങ്കിൽ ബില്ല് കൊടുക്കുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഓൺ സെൻഡിങ് ദ ബിൽ ഫോർ കളക്ഷൻ ജേണൽ എൻട്രി വരുന്നത് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇവിടെ ഒരു ടെമ്പററി അക്കൗണ്ട് വരുന്നുണ്ട്. അതാണ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബിൽസ് റിസീവബിൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് കളക്ഷന് വേണ്ടി ബില്ല് സെൻഡ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ്. ഇനി കളക്ഷൻ്റെ സമയത്ത് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുകയാണ്, നേരത്തെ ഡെബിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അക്കൗണ്ട് ടാലിയായി. എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ. ബില്ല് പ്ലെഡ്ജ് ചെയ്യുന്ന സമയത്തും ഇതേ എൻട്രി തന്നെയാണ് വരുന്നത്. പ്ലെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ദ ഡ്രോയർ ഓർ ഹോൾഡർ മേ പ്ലെഡ്ജ് ദ ബിൽ റിസീവബിൾ വിത്ത് ദ ബാങ്ക് അഗെയിൻസ്റ്റ് ദിസ് സെക്യൂരിറ്റി അലൗസ് ദ കസ്റ്റമർ ടു മേക്ക് വിത്ത്ഡ്രോവൽസ് അപ് ടു എ സ്പെസിഫിക് എമൗണ്ട്. ഒരു നിശ്ചിത ലിമിറ്റിലുള്ള എമൗണ്ട് ബാങ്കർ ഈ ബില്ല് പ്ലെഡ്ജ് ചെയ്യുന്ന സമയത്ത് ഡ്രോയർക്ക് കൊടുക്കുന്നു. അതിന് ജേണൽ എൻട്രീസ് ഒന്നുമില്ല.
ബില്ല് മെച്യൂരിറ്റി കഴിഞ്ഞ് കളക്ഷൻ ആവുന്ന സമയത്താണ് ജേണൽ എൻട്രി വരുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അതിനുശേഷം കളക്ഷൻ ആവുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ അതേ എൻട്രി തന്നെയാണ്. ബില്ല് പ്ലെഡ്ജ് ചെയ്യുകയാണ് എന്ന് മാത്രം. അപ്പോൾ ഡ്രോയർക്ക് ഒരു ബില്ല് കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം, ആ സമയത്തൊക്കെ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത് എന്നതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്തതാണ് ഡിസോണറിങ് ഓഫ് ബില്ല്. ഈ ഡ്രോയി സൈനിട്ട് നൽകിയ ബില്ല് ഡിസോണർ ആവുന്ന കേസിൽ ജേണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. എ bill is said to have been dishonored when the drawee fails to make the payment on the date of maturity. ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആയിട്ടും ഡ്രോയി ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ഈ ഡ്രോയിയുടെ അല്ലെങ്കിൽ ബില്ല് അക്സെപ്റ്റ് ചെയ്ത ആളുടെ ലയബിലിറ്റി റീസ്റ്റോർ ആവുന്നു. ഇയാൾക്ക് വീണ്ടും ലയബിലിറ്റി ഉണ്ടാവുന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ പാസ് ചെയ്ത എൻട്രീസ് റിവേഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഫസ്റ്റ് കേസ് ഡ്രോയറുടെ ബുക്കിൽ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പം ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് ഫസ്റ്റ് എൻട്രി. രണ്ടാമത് ബില്ല് കിട്ടുമ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് വരുന്നു. ഈ എമൗണ്ട് അതായത് അയാൾ ബില്ല് തന്നു, ഡെറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ബില്ല് ഡിസോണർ ആവുമ്പം ഈ എൻട്രി റിവേഴ്സ് ചെയ്യണം. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇവിടെ ഡെറ്റർക്ക് വീണ്ടും ലയബിലിറ്റി വന്നു. ബില്ല് ക്രെഡിറ്റ് ചെയ്തിട്ട് ഡെറ്ററിനെയാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഡ്രോയിയുടെ ബുക്കിലും ബില്ല് അക്സെപ്റ്റ് ചെയ്ത സമയത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നാണ് നമ്മൾ എൻട്രി കൊടുത്തത്. ഈ എൻട്രി റിവേഴ്സ് ചെയ്യണം. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അടുത്തത് റിനീവൽ ഓഫ് ദ ബില്ല്. Cancelling the bill by the drawer at the request of acceptor for the purpose of extension of credit and drawing a fresh bill is called renewal of bill. ഒരു ബില്ല് ഡ്രോയർ സൈൻ ചെയ്തു, ഡ്രോയിക്ക് കൊടുത്തു, ഡ്രോയി അക്സെപ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് തിരികെ നൽകി. അപ്പോൾ ഡ്രോയറുടെ കയ്യിലൊരു ബില്ലുണ്ട്. ഈ ബില്ലിൻ്റെ എമൗണ്ട് ഡ്രോയിക്ക് അല്ലെങ്കിൽ അക്സെപ്റ്റർക്ക് നിശ്ചിത സമയത്തിന് ശേഷം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഡ്രോയി ഒരു റിക്വസ്റ്റ് കൊടുത്തത് പ്രകാരം ഡ്രോയർ ആ ഒരു ബില്ല് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ബില്ല് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് റിനീവൽ ഓഫ് ബിൽ എന്ന് പറയുന്നത്. Cancelling the bill by the drawer at the request of acceptor for the purpose of extension of credit and drawing a fresh bill is called renewal of bill. മറ്റൊരു കേസാണ് റിട്ടയറിംഗ് ഓഫ് ബില്ല്. ബില്ല് റിട്ടയർ ചെയ്യുക എന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ക്യാൻ ബി മെയ്ഡ് ബിഫോർ മെച്യൂരിറ്റി ബൈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ ഡ്രോയർ ആൻഡ് ദ അക്സെപ്റ്റർ. മെച്യൂരിറ്റി ആകുന്നതിന് മുൻപേ തന്നെ ഡ്രോയി ഈ ബിൽ എമൗണ്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അത് ഡ്രോയിയുടെയും പരസ്പര സമ്മതത്തോടു കൂടി ആ ഒരു പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ഈ റിട്ടയറിംഗ് ഓഫ് ബിൽ എന്ന് പറയുന്നത്. ഇത് CSEB പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. റിട്ടയറിംഗ് ഓഫ് ബില്ല്. മേക്കിംഗ് പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ബൈ ദ അക്സെപ്റ്റർ ടു ദ ഹോൾഡർ ബിഫോർ മെച്യൂരിറ്റി ഈസ് കോൾഡ് റിട്ടയറിംഗ് എ ബില്ല്. ഇങ്ങനെയുള്ള ഏർലി പേയ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടി ഡ്രോയിക്ക് ആ ബില്ല് എമൗണ്ടിൽ ചെറിയൊരു ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിഡക്ഷനെ റിബേറ്റ് എന്നാണ് പറയുന്നത്. റിബേറ്റ് അക്സെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോയിനെ സംബന്ധിച്ചിടത്തോളം ഗെയിനാണ്. ഡ്രോയർ അല്ലെങ്കിൽ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം അത് ലോസ് ആണ്. ടോട്ടൽ ബിൽ എമൗണ്ടിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ആയിട്ടാണ് റിബേറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് റിട്ടയറിംഗ് ഓഫ് ബില്ല്, റിനീവൽ ഓഫ് ബില്ല്, ഡിസോണറിംഗ് ഓഫ് ബില്ല്, ഡിസ്കൗണ്ടിംഗ് ഓഫ് ബില്ല്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഡെഫിനിഷൻ, പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.